ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ആദില നൂറ ഇഷ്യൂവിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും നന്നായി. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ വീട്ടുകാർ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എത്രത്തോളം ഇൻറ്റൻസിയോടെ അത് ഡിസ്കസ് ചെയ്യുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ തീർത്തു. കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് ആരൊക്കെയാണോ രണ്ടുപേര് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഭീരുക്കൾ എന്നേ പറയുള്ളൂ. നമുക്ക് ഒരു സാധനം റിജക്റ്റ് ചെയ്യാൻ എളുപ്പം കഴിയും, ഒരെണ്ണത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ഏറ്റവും പാട്. എന്ത് ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. റിജക്റ്റ് ചെയ്യാനായിട്ട് എന്താ പറ്റാത്ത, ലോകത്ത് മൊത്തം അതല്ലേ നടക്കുന്നത്. ഈ മിഗ്രൻസിനെ റിജക്റ്റ് ചെയ്യും, ജാതി മതത്തിനെ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അതിന് ബ്രോഡ് മൈൻഡഡ് ആവണം, അത് പറ്റണം. അത് പറ്റാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരങ്ങനെയാണ്. അപ്പം അവരുടെ ആക്സെപ്റ്റൻസ് നമ്മൾ ബോദർ ചെയ്യുന്നില്ല, ലെറ്റ് ദം ബി വാട്ട് ദേ ആർ. പക്ഷേ ലാലേട്ടൻ്റെ വ്യൂ ഇന്ന് ലാലേട്ടൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും എന്ന് പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും വലിയ മറുപടി. അതിൽ കൂടുതൽ എന്താണ്, അതിൽ കൂടുതൽ സപ്പോർട്ടൊന്നും അതിലെ നൂറയ്ക്കും കിട്ടാനില്ല. മീൻസ് അതാണ് അവർക്ക് ഒരു എന്താ ജീവിക്കാനൊരു എന്താ പറയുക, ഒരു ഇങ്ങനെയൊക്കെ ആൾക്കാർ നെഗറ്റിവിറ്റി പറയുമ്പം ഒരാൾ അത്രയും വലിയൊരു മനുഷ്യൻ അല്ലേ അത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കൂടുതൽ വലിയ ഒരു ഹാപ്പിനെസ് കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം എന്തായാലും ലക്ഷ്മിക്ക് ഇവിടെ ലക്ഷ്മി ഒട്ടുമേ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഈ സംഭവം ലക്ഷ്മി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇന്ന് മൊത്തം ലക്ഷ്മി മറ്റേ ഒനിയലിൻ്റെ സംഭവം തൂത്ത് വെളുപ്പാക്കാനുള്ള ഒരു ഇതിലായിരുന്നു. ഫുൾ എല്ലാവരോടും പോയിട്ട് മാപ്പ് പറയുക, അത് പറയാം. ഈ കാര്യം ലക്ഷ്മി ആരും എടുത്തിട്ടൊന്നും വിചാരിച്ചില്ല. കാരണം വെച്ചാൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതങ്ങ് പോയി കാണും, ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി അതങ്ങ് ഇഗ്നോർ ചെയ്തു. പക്ഷേ ഇന്ന് വന്ന വിഷയം ഇതും പുള്ളിക്കാരി വിചാരിച്ചില്ല. പക്ഷേ ഞാൻ പറയാലോ, ഭയങ്കര സ്റ്റബേൺ ലേഡിയാണ് കേട്ടോ. സ്റ്റബേൺ ആണ് പുള്ളിക്കാരി. പക്ഷെ എന്തിനാണെന്നറിയില്ല, ഇത് യു കെയിലൊക്കെ പോയി പഠിച്ചിട്ട്, ഞാൻ ചോദിക്കട്ടെ, യു കെയിലെ ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാട്ടോ നിങ്ങൾ അവിടെ നിൽക്കുന്ന കാര്യത്തിൽ. ശരിക്കും ഇത്ര വലിയ നാട്ടിൽ നിന്നൊക്കെ വിട്ട് പുറം നാട്ടിലൊക്കെ പോയിട്ട്, ഇത്ര വലിയ യു കെയിലൊക്കെ പോയിട്ട്, അവിടെയൊക്കെ LGBT കമ്മ്യൂണിറ്റിക്കൊക്കെ നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് ഇവിടെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോർമലൈസ് ചെയ്യേണ്ടപ്പോൾ അത് പതുക്കെ പതുക്കെ വിവരമുള്ള ആൾക്കാർ ചെയ്ത് വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നോർമലൈസ് ആയി പൊയ്ക്കോളും. നിങ്ങളായിട്ടൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ലോകം മൊത്തം എല്ലാം അങ്ങോട്ട് അതിന് അപ്രൂവലായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എല്ലായിടത്തും അത് തന്നെയാണ്, അതങ്ങനെ വരൂ. അതപ്പം ആരൊക്കെ എന്തൊക്കെ കടന്നു കയർ പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇവർക്കൊക്കെ അങ്ങനെയാണല്ലോ, അത് അവർക്ക് ആരും സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. പൊതുവേ പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല, അവർ നരയിക്കണം, അവർ ഞങ്ങളെപ്പോലെ നരയിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് ലക്ഷ്മി അങ്ങനെ തന്നെ പിടിച്ചേക്കുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടോ, ഇത്രയധികം ചോദിച്ചിട്ടും. ഓക്കെ, പുള്ളിക്കാരിക്ക് എവിടെ പറ്റിപ്പോയെന്നറിയോ, പാളിച്ച് പറ്റിപ്പോയെന്നറിയോ? പുള്ളിക്കാരി ആ ടോപ്പിക്ക് അവിടെ വരേണ്ട കാര്യമേ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അക്ബറിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് വരുന്ന കാരണം വെച്ചാൽ, പണ്ട് പുറത്തുനിന്ന് കേട്ടിട്ടുള്ള കാര്യം മനസ്സിൽ ഓടുന്നതുകൊണ്ടാണ്. അക്ബറിൻ്റെ ഫോൺ കോളിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടത്. ആ ഡിസ്കഷൻ അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എടുത്തിട്ടിട്ടില്ല, മറ്റേ എപ്പിസോഡിലൊന്നും ഭയങ്കര കാര്യമായിട്ട് ഇട്ടിട്ടില്ല. അത് ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് ചോദിച്ചതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അത് പ്രൂഫ് ഇട്ടിട്ടില്ലല്ലോ എൻ്റെ. അതുകൊണ്ട് അവിടെയാണ് പുള്ളിക്കാരി പെട്ടുപോയത്. അതൊക്കെ എടുത്തിട്ടാണ് അക്ബറിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ പാളിപ്പോയും, തെറ്റായൊരു രീതിയായിപ്പോയി അത്. അത് പുള്ളിക്കാരി പറഞ്ഞ ഒരു പോയിന്റ് പോലും അതിൽ കറക്റ്റല്ല. ജോലിയുടെ കാര്യം, അവർ അന്തസ്സായിട്ട് ജോലി എടുക്കുന്നുണ്ട്. അവർ ലാലേട്ടൻ ചോദിച്ചാൽ നന്നായി, അവർ വർക്ക് ചെയ്യുന്നത്, അത് ലക്ഷ്മി വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ആൾക്കാരില്ലേ, ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാം, ഈ സാധനം, ഈ പറഞ്ഞ സംഭവം ലക്ഷ്മി ഇവിടെ ആണ് വർക്ക് ചെയ്തെങ്കിൽ ശരിക്കും കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കാമെന്നേ ഉള്ളൂ. ശരിക്കും അത് കമ്പനി പോളിസീസ്, നോർമലി ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് ഇങ്ങനെ ഡിസ്ക്രിമിനേഷനാണിത് ശരിക്കും, എഗെയിൻസ്റ്റ് എ കമ്മ്യൂണിറ്റി. ആ ഡിസ്ക്രിമിനേഷൻ ഉള്ള ആൾക്കാരെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പിരിച്ചുവിടാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ഒഫൻസ് ആവണം എല്ലായിടത്തും. ഇവിടെയാണെങ്കിലും എവിടെയാണ്, ലോകം മൊത്തം അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും നിങ്ങൾ ക്ലോസ് എന്ന് വായിച്ചു നോക്കിയാൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, പാടില്ല, ഇതൊക്കെ ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പൊയ്ക്കോട്ടെ, അത് നമുക്കൊന്നും ബോധറേഷൻ അല്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ നാൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ഹിസ്റ്ററി മൊത്തം. പണ്ട് ലവ് മാരേജ് സമ്മതിക്കേ ഇല്ലായിരുന്നല്ലോ, ഇപ്പം നടക്കുന്നില്ലേ, അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ. പിന്നെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അറേഞ്ച് മാരേജിലും ലവ് മാരേജിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ
അതിപ്പോൾ നോർമലൈസ് ചെയ്ത് വരുവാണ് എല്ലാം. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് അതൊന്നും നോർമലൈസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അപ്പോൾ പിന്നെ ആൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, പെൺപിള്ളേരെ പുറത്ത് വിട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ അവരൊക്കെ പുറത്ത് പോയി പണിയെടുക്കുന്നില്ലേ? ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്ന് പണിയെടുക്കുന്നില്ലേ? അതൊക്കെ നോർമലായി. ഇപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ പണ്ടത്തെ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ വീട്ടിൽ പുറത്ത് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയില്ലേ, അവർക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നോർമലൈസിങ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ പൊയ്ക്കോളും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മസ്താനി അതിനെ പിടിച്ചായിരുന്നല്ലോ, മസ്താനിനെ പിടിച്ചത്. പുള്ളിക്കാരി ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് ഇതിന് ആൻസറൊന്നുമില്ല. ഈ മസ്താനിക്കുള്ള പ്രശ്നം വെച്ചാൽ മസ്താനി ഈ പലതും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അവരോട് ഫേസ് ടു ഫേസ് പറയണമില്ല. ഈ പുറയിൽ നിന്ന് സംസാരിക്കുന്നതല്ല, ഇവർക്കൊന്നും നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. അതില്ല. ലക്ഷ്മി ഇന്ന് അവിടെ ഒനീലിൻ്റെ കാര്യത്തിൽ വെളുപ്പിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, വീക്കെൻഡിൽ പേടിച്ചിട്ടാണ് പുള്ളിക്കാരെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉടനെ മനസ്സിലാവേണ്ടതാണ്. അത് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് എന്തിനാണ്? സാറ്റർഡേ, അതായത് ഡ്രൈ ഡേ, ഒരു ഇതുമില്ലാത്തപ്പോൾ പുള്ളിക്കാരി വെച്ച് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അങ്ങ് സോറി അങ്ങ് ആയിപ്പിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരി അത് ചെയ്തത്. അത് എപ്പിസോഡിൽ വരത്തില്ലല്ലോ, ലൈവിലേ വരത്തുള്ളൂ ആ സോറി പറയുന്നത്. ആ പുള്ളിക്കാരി അത് ഉദ്ദേശിച്ച് മാത്രമാണ് ഇന്ന് പോയിട്ട് സോറി പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ ക്ലീൻ അപ്പ് ആക്കി പോകാമല്ലോ, അതാണ് പുള്ളിക്കാരുടെ ഐഡിയ. പക്ഷേ ഇവർക്കൊന്നും ധൈര്യമില്ലടേ, ശരിക്കുള്ള കാര്യം വരുമ്പോൾ ഫേസ് ചെയ്യാനൊന്നും ധൈര്യമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി അത് സ്റ്റബണായിട്ട് ഒന്നില്ല കാര്യത്തിൽ എന്തുകൊണ്ട് നിൽക്കില്ല നോക്കിക്കോ, ആ കാര്യത്തിൽ നിൽക്കില്ല. ഈ കാര്യത്തിൽ അവർക്ക് പറയാം അഭിപ്രായമാണോ, എനിക്ക് അത് അതില്ല എന്നൊക്കെ പറയാം. കാരണം ഇപ്പം ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ അനുവിൻ്റെ അതേ സ്റ്റാൻഡായിരിക്കും അവർക്കൊക്കെ. മാറ്റിപ്പറഞ്ഞാൽ പണി കിട്ടും, ഫാൻസ് പോവും, അതുകൊണ്ട് മാറ്റി പറയത്തില്ല. പിന്നെ അനുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ ലെസ്ബിയന്, അനു സമ്മതിക്കുമോ? ആഹാ, പുതപ്പിനടിയിൽ നോക്കാൻ പോയ ആളാണ്. ഇത് അതിൻ്റെ അഭിപ്രായം അനുവിനോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിച്ചിട്ട് കാര്യമില്ല. അനു പറയത്തുമില്ല. അനുവിൻ്റെ ആക്ച്വൽ അഭിപ്രായം പുറത്ത് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ അഭിപ്രായം ഇതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കേ വേണ്ട അതിലനൂറ, അതായിരിക്കില്ല അവരുടെ അഭിപ്രായം. പിന്നെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് അവർക്ക് എവിടെ നോക്കാതെ ഫേസ് നോക്കാതെ പറയാം. അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമോ എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ലല്ലോ അനുവിനെ. അത് പറ്റില്ല. അനുവിന് പേടിയാണ്. അനുവിനെ സപ്പോർട്ട് ചെയ്ത പകുതി ആൾക്കാരും ഇതുപോലൊക്കെ തന്നെയുള്ള ആൾക്കാരായിരിക്കും. അവർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അനു അവിടെ എടുത്ത് പറയാഞ്ഞത്. അനു അത് അവോയ്ഡ് ചെയ്യുന്നത് ടോപ്പിക്ക്. അപ്പോൾ അത് സംഭവം. പിന്നെ അനുമോളെ പിടിച്ച് എനിക്ക് വേറൊരു സംഭവം ഇഷ്ടമായി. നമ്മുടെ കണ്ടൻറ്റ് ഈ കണ്ടൻറ്റ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് കണ്ടുകൊണ്ട് കൊടുക്കുന്നത്. ഞാൻ പൈസ അനുവിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണ്? അനു അത്ര ചീപ്പ് പൈസയാണോ വാങ്ങിക്കുന്നത്? എനിക്കറിയില്ല. എന്തൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ആ ക്വാളിറ്റി വെച്ച് നോക്കുമ്പം അനുവിനാണ് ഏറ്റവും ലീസ്റ്റ് എന്ന് എനിക്ക് പറയേണ്ടുള്ളൂ പൈസ, ക്വാളിറ്റി ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ക്വാളിറ്റി മെച്ചപ്പെടുത്തി വരാം. അപ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ കണ്ടൻറ്റിനെ കുറിച്ച് എന്തായാലും ലാലേട്ടൻ ചോദിച്ചു നന്നായി. എനിക്ക് ഈ റിയാലിറ്റി ഷോയിനേക്കാളും കൂടുതൽ സ്ക്രിപ്റ്റഡ് ആയി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പറയാലോ, എല്ലാ കണ്ടസ്റ്റൻസ് രാവിലെ എനിക്ക് ഇന്ന് കണ്ടൻറ്റ് കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ വരിക. പണ്ടത്തെ ബിഗ് ബോസ് കാണുമ്പോഴല്ലോ അവർ അവർ മറക്കും ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നും അത് അങ്ങനെയാണ്. അവർ നോർമലായിട്ട് അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് പോവാണ്. ഇത് അങ്ങനെയല്ല, ഭയങ്കര ഫോർ എക്സാമ്പിൾ അനുവിൻ്റെ ക്യാരറ്റ് തിന്നൽ, ഈ കിച്ചൺ ഇഷ്യൂ, ഇതൊക്കെ കണ്ടൻറ്റായിട്ട് അവർ ഉണ്ടാക്കുന്നതാണ്. അത് നാച്ചുറലായിട്ട് വരുന്നില്ല. അത് നമുക്ക് മനസ്സിലാവും കണ്ടിരിക്കുന്നവർക്ക്. അതാണ് എനിക്ക് ഈ ഷോയ്ക്ക് ശരിക്കും പറ്റുന്നൊരു പ്രശ്നം. അതാണ് സീസൺ 7 വെറുതെ ഇങ്ങനത്തെ കണ്ടൻറ്റും ഒരു ക്വാളിറ്റി കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് തമ്മിൽ ഫ്രണ്ട്ഷിപ്പില്ല. ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തിനാണ് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തത്? ആര് തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉള്ളത്? ഒരാളും തമ്മിലില്ല. ഷാനവാസ് അവിടെ ശ്രമിക്കുന്നതാണ് ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട്. പുള്ളിക്കാരന് വേറെ ഗെയിമൊന്നുമില്ല. അപ്പോൾ അനീഷായിട്ടൊരു കോംബോ ഉണ്ടാക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ കോംബോ. ഓക്കെ, അത് അനീഷിന് താല്പര്യമില്ല. അനീഷിന് ഒരു സിംഗിൾ പ്ലെയറായിട്ട് കളിക്കാനാണ് ഇഷ്ടം. അതാണ് അനീഷ് എനിക്ക് ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ട എന്ന് പറയാൻ കാരണം. അത് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ അനീഷ് ചെയ്യുന്നതാണ് കറക്റ്റ്. ഇവിടെ എല്ലാവരും കട്ടപ്പകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ബാക്കി നൂത്തുന്നുണ്ട് എല്ലാവരും. ഒരാളും സ്ഥിരമായിട്ട് ഗ്രൂപ്പ് നിൽക്കുന്നില്ലല്ലോ. സ്ഥിരമായിട്ടൊരു കമ്പനി ഉണ്ടോ? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് പിച്ചിങ് ചെയ്യുന്നില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് സമയം കളഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. അത് സമയം കളയാൻ വേണ്ടി എടുത്ത പോലെ ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതുപോലെ സ്റ്റോറി ടെല്ലിങ് അവിടെ പറഞ്ഞിട്ട് അതങ്ങ് ആ ടോപ്പിക്കിലേക്ക് എത്തിയില്ല. ഒനിയലിൻ്റെ ടോപ്പിക്ക് അത് നാളത്തേക്ക് പറയും എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത്. അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് വെറും വേസ്റ്റാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ലാലേട്ടൻ വരുന്നത് നല്ലത്. ഞങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ജിസയിലും ആര്യനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവർ തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തെറ്റ് കണ്ട തെറ്റെന്ന് പറയാൻ പറ്റണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇത് അല്ലെങ്കിൽ എന്താ അന്ധമായ ഫ്രണ്ട്ഷിപ്പോ?
അത് പറ്റില്ല. അത് തെറ്റണ്ട, തെറ്റെന്ന് തന്നെ പറയണം. അത് പറ്റണം. പിന്നെ അക്ബർ എന്തായാലും അക്ബറിൻ്റെ ഗെയിം ഈ ആഴ്ചത്തോടെ അക്ബർ മുകളിലോട്ട് വന്നിട്ടുണ്ട്, നോ ഡൗട്ട്. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്, ബിന്നിയുടെ ഗെയിം മാറിയിട്ടുണ്ട്. ബിന്നിയുടെ വോയിസ് ശരിക്കും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പറയുന്ന കാര്യം മുഴുവൻ കിച്ചൺ ഇഷ്യൂ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂ, ഇന്നലെ ടാസ്കിലൊക്കെ ബിന്നി ശരിക്കും പറഞ്ഞാൽ ടാസ്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല ബിന്നിക്ക്. പക്ഷേ ഇങ്ങനത്തെ കുറേ സെൻസിറ്റീവ് ഇഷ്യൂസ്, ഇഷ്ടംപോലെ ഇങ്ങനത്തെ സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ റേസ് ചെയ്യേണ്ട റേസ് ചെയ്യുന്ന സ്ഥലത്ത് വോയിസ് റേസ് ചെയ്യണം. അത് എസ്പെഷ്യലി ആദില നൂറയുടെ കേസിൽ ആർക്കും മനസ്സിലായില്ല, അവിടെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല. അക്ബറിനൊന്ന് ക്ലിക്കായി, പക്ഷെ എന്നാലും അക്ബർ അതങ്ങ് ആ ടാസ്ക് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് അക്ബർ അതങ്ങ് വിട്ടളഞ്ഞാന്ന് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ അക്ബർ ഡിസ്കസ് ചെയ്താൽ ആരോടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അക്ബർ പിന്നെ ആരോടെങ്കിലും ഒനിലിനോടോ അഭിലാഷിനോടോ ആ ഒരു കോൺവെർസേഷൻ കൊണ്ടുവരാനോ എന്തെങ്കിലുമൊക്കെ നോക്കിയാനേ, അല്ലേ? അത് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതങ്ങ് മൈൻഡ് സ്കിപ്പായി. അതിലേക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്കാരിക്കും ക്ലിക്കായില്ല. ഇപ്പോൾ ക്ലിപ്പ് കാണിച്ചപ്പോൾ പോലും എനിക്ക് ശരിക്കും അവർക്ക് മനസ്സിലായെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. എന്തായാലും അത് പറഞ്ഞു നന്നായി. ലാലേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ അത് പൂർത്തിയായത്. ശരിക്കും നമ്മളൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മളൊന്നും ആരുമല്ല. അപ്പം ആ വലിയൊരു മനുഷ്യൻ അത് പറഞ്ഞല്ലോ, അതിലും കൊള്ളും എന്താ. അവരൊക്കെ എത്ര ജനറേഷൻ കൊണ്ട് ജീവിച്ചു വരുന്നതാണ്. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊന്നും ആരുമല്ല. ലക്ഷ്മിയെ പോലത്തെ ആൾക്കാരൊന്നും ആരുമല്ല. ദേ ഹാവ് നത്തിങ് ഫോർ അത്രയേ ഉള്ളൂ. അപ്പം ഇനി എവിക്ഷൻ. അപ്പം നാളത്തെ എവിക്ഷനിൽ ആരൊക്കെ പോകുമെന്നറിയില്ല. 2 പേര് പോകുമായിരിക്കും, കുറേ പേരുണ്ടല്ലോ. 2 പേര് വെച്ച് എന്തായാലും വിടും. വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ആൾക്കാർ വെറുപ്പ് വാങ്ങിച്ചു വെച്ച ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുറേ പേര് വെറുതെ ഇരുന്ന് വെറുപ്പ് വാങ്ങുന്നുണ്ട്. അവർ അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടൻറ്റ് കൊടുത്തോണ്ട് കാര്യമില്ല. ലാലേട്ടൻ പറഞ്ഞ പോയിന്റ് അതാണ്, കണ്ടൻറ്റ് കൊടുത്തോണ്ട് കാര്യമില്ല. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ സാബുമാന് വരെ നിങ്ങളെക്കാളും കൂടുതൽ വോട്ട് കിട്ടും. ശരിക്കും ആ സാബുമാന് നിങ്ങളെക്കാളും കൂടുതൽ വോട്ട് കിട്ടും. അതെനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ ചെയ്യുന്ന കണ്ടന്റ് ആര്യൻ എന്താണ് കണ്ടന്റ് അവിടെ കൊടുക്കുന്നത്? ഇന്ന് തന്നെ കാണിച്ച കണ്ടന്റ് ബിന്നിയോട് എന്തിനാണ് ചൊറിഞ്ഞു വരുന്നത്? ആര്യന് വളരെയധികം കൂടുന്നുണ്ട്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ ടാസ്ക് ഉണ്ടല്ലോ, മൊട്ടടിക്കുന്ന ടാസ്കിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ അനീഷ് എടുത്ത ടാസ്ക്, മിണ്ടാതിരിക്കുക എന്നുള്ള ടാസ്ക്. ആ മിണ്ടാതിരിക്കുന്ന ടാസ്ക് നമ്മുടെ ആര്യന് കൊടുത്തിട്ട് ഈ ഫുൾ സീസൺ ഇരുത്തിയിരുന്നെങ്കിലുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ആ ടാസ്ക് ചെയ്തെന്നുള്ളൊരു ക്രെഡിറ്റും ഇത്ര നാൾ പുള്ളിക്കാരൻ നെഗറ്റീവ് ആവുന്നിരിക്കുമായിരുന്നു. സത്യമായിട്ടും എനിക്കങ്ങനെ തോന്നുന്നു ഇടക്ക്. അയ്യോ, ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ? എന്ത് ചെയ്താലും പുലിവാൽ ഓടിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനത്തെ ബിഗ് ബോസ് സീസണിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടില്ല. അത് ഇത്ര നാൾ നിന്നിട്ടും പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സ്വന്തം ഗെയിം ഒന്നും ഇല്ലാതാക്കി. 0 ഗെയിമാണ്. 0 നെഗറ്റീവ് ഗെയിം, 0 അല്ല മൈനസ് ഗെയിമാണ് പുള്ളിക്കാരൻ്റെ. ആ ജിസിലിൻ്റെ ഗെയിമും പോവും. പുള്ളിക്കാരൻ നിന്ന് പോകുന്നതുകൊണ്ട് ജിസിലിൻ്റെ ഗെയിമും ഒന്നുമില്ല, 0 ആയിക്കൊണ്ടിരിക്കുവാണ്. ഒന്നുമില്ല. എന്ത് ഗെയിമാണ് ഈ തല്ലി പിച്ചി മതി. പിന്നെ ജയിലിലൊക്കെ അവർ പോയിട്ട് എന്തെങ്കിലും വ്യത്യാസം വരും ഇവിടെ? ഒന്നുമില്ല. ഇതൊക്കെ തന്നെ. എല്ലാ ദിവസവും ജയിലിൽ പോകാൻ വേണ്ടി ഇനി കോമ്പറ്റീഷൻ ആയിരിക്കും. അടുത്ത ആഴ്ച ഞാൻ ജയിലിൽ പോകും. അനുമോളുടെ കണ്ടന്റ് അതാണെന്നല്ല അനുമോൾ പറയുന്നത്. അത് നമുക്കൊക്കെ മനസ്സിലാവും. അവരൊക്കെ ജയിലിൽ പോകാൻ തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഈ മസ്താനി എന്തിനാണ് പോയി ടൊമാറ്റോ എടുത്ത് കടിച്ചു ഇങ്ങനെ വന്നത്? അതൊക്കെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവർ കയറി പിടിക്കും, അപ്പോൾ അങ്ങനെ ജയിലിൽ പോവാമല്ലോ എന്ന്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രശ്നം ലക്ഷ്മി ഉണ്ടാക്കിക്കൊണ്ട് പുള്ളിക്കാരി അതിൽ പെട്ടില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് പോയി കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും വീക്കെൻഡ് ഇത് കഴിഞ്ഞു. ഇനി നാളെ ഒനിലിൻ്റെ വിഷയം ലാലേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. അതിൽ ലാലേട്ടൻ്റെ വേർഡിക്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഒനിലൊന്നും ചെയ്തിട്ടില്ല. അത് മസ്താനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലക്ഷ്മിയുടെ ഒരു ആക്ഷൻ, അതിനെക്കുറിച്ചും ചോദ്യം ചെയ്യും ലാലേട്ടൻ. എന്താണ് ഇങ്ങനെ കോൺവെർസേഷൻ ഇത്ര വഷളാക്കിയത് എന്തിനാണെന്നുള്ളത് ചോദ്യം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെന്തായാലും ചോദിക്കും. അങ്ങനെ തന്നെ ആയിരിക്കണം സാധ്യത. അല്ലാതെ ഒനിലിന് അവിടെ തെറ്റില്ല. തെറ്റ് കണ്ടാലല്ലേ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡും കൂടി കഴിയുമ്പോൾ ലാസ്റ്റ് വീക്കെൻഡിൽ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പം അങ്ങനെ ലാലേട്ടൻ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഈ സീസണിൽ ലാലേട്ടനാണ് എല്ലാം. കണ്ടസ്റ്റൻസ് ഒന്നും അല്ല, ലാലേട്ടനാണ് ഈ സീസണിൽ റോക്ക് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. സൂപ്പർ. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.